നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. PGDMCയും പാണഞ്ചേരി പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഓണാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലക്കര 17ാം ഡിവിഷനിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാൽനട ജാഥ നടത്തി. സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ സ്കൂൾ PTA പ്രസിഡന്റുമാർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കുന്നംകുളത്ത് നടന്ന സ്കൂൾ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പൊങ്ങണംകാട് സെന്റ് എലിസബത്ത് സ്കൂളിന് മിന്നും ജയം സമ്മാനിച്ച് വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. PGDMCയും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന 2025 ഓണാഘോഷം സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷനായി. ഓണാഘോഷം ഗംഭീരമായി നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു. 4 ദിവസത്തെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. 1 മാസത്തോളം പീച്ചി ഡാമിൽ വൈദ്യുത ദീപാലങ്കാരങ്ങൾ തെളിയിക്കും. പരമാവധി ടൂറിസ്റ്റുകളെ പീച്ചിയിലേക്ക് ആകർഷിക്കുന്ന പരിപാടികൾ നടത്താൻ നിശ്ചയിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ്യ രാജേഷ്, പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, DTPC സെക്രട്ടറി വിജയരാജ്, ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺലാൽ, പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ രഞ്ജിത്ത്, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രാജേഷ്, പീച്ചി പോലീസ് സ്റ്റേഷൻ SHO സതീഷ് കുമാർ, KFRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ R ജയരാജ്, കേരള വാട്ടർ അതോറിറ്റി AE സംഗീത, PGDMC മാനേജറുടെ ചുമതല വഹിക്കുന്ന സൗമ്യ, പാണഞ്ചേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഭരണസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. കമ്മിറ്റികൾ രൂപീകരിക്കാൻ പോകുന്നുണ്ട്. ആ കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായും ഒറ്റ ദിവസം കൊണ്ട് കൂടേണ്ടത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയാണ്. പ്രോഗ്രാമിൽ സാധാരണ ഒരു സംവിധാനത്തിൽ നിന്ന് ഭിന്നമായി 8-10 ആളുകൾ അടങ്ങുന്ന പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിക്കുന്ന പോലെ സ്ഥലത്ത് പഞ്ചായത്ത് മെമ്പറും ഒക്കെ കൂടി ഒരു പ്രധാന കമ്മിറ്റിയായിട്ടൊരു പ്രോഗ്രാം കമ്മിറ്റി ഫിക്സ് ചെയ്തു. അതിനകത്ത് എന്തെല്ലാം പരിപാടികൾ ഉണ്ടാകണം നമ്മൾ തീരുമാനിക്കും. ഞാനൊരു കാര്യം പ്രാഥമികമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ അടങ്ങുന്ന 23 നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പാകെ നടത്താൻ പോകുന്ന ഒരു ഓണാഘോഷമാണിത് എന്ന ധാരണയോട് കൂടി നമ്മൾ ഇത്തവണത്തെ 5 വർഷം നീണ്ടുനിന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഒത്തൊരുമയോടെ ഏറ്റവും ആകർഷകമായി നമ്മൾ നടത്തുന്ന ഒരു ഫെയർവെല്ലാണ് ഇത് എന്ന ഒരു ധാരണ. ദീർഘകാലം മച്ചാട് ജനകീയ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച് ഒരു പ്രദേശത്തെ മുഴുവനും അക്ഷരലോകത്തേക്ക് നയിച്ച അഭിവന്ധിയായ MP പത്മിനി ടീച്ചർക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആദരവ്. അധ്യയന രംഗത്ത് നിന്ന് വിരമിച്ച് 30-ലധികം വർഷങ്ങൾക്കു ശേഷമാണ് മണലിത്തറ മച്ചാട് ജനകീയ വിദ്യാലയത്തിന്റെ സമീപ പ്രദേശത്തുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ പത്മിനി ടീച്ചറെ ആദരിക്കാൻ ഒരുങ്ങുന്നത്. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും അക്ഷരവും അറിവും ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലും നേട്ടങ്ങളിലും അധ്യാപകരുടെ പങ്ക് വലുതാണ്. എക്കാലത്തും നന്ദിയോടുകൂടി സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യണം. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാരവാഹി കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച 3 മണിക്ക് മണലിത്ര ജനകീയ വിദ്യാലയത്തിൽ വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഹരിശ്രീ എന്ന പരിപാടിയിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ ആദര സമർപ്പണം നടത്തും. വിവിധ മേഖലയിൽ ജീവിതം നയിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ PT മണികണ്ഠൻ, കൺവീനർ ജയപ്രസാദ് കളത്തിൽ, ബീന ജോസ്, രാജശ്രീ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണലിത്ര സ്കൂളിലെ 1ാം ക്ലാസ്സിലെ പഠനം ആരംഭിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് ഞങ്ങളെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച് ഒരു 30-35 വർഷത്തോളം ആ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മറ്റൊരു ടീച്ചറിനെ ഒന്ന് ആദരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ
32 വർഷം കഴിഞ്ഞു ടീച്ചർ പെൻഷനായിട്ട് തന്നെ. അപ്പോൾ വളരെ അഭിവന്ധ്യയായിട്ടുള്ള ടീച്ചറെ ആദരിക്കുകയാണ്. ആഗസ്റ്റ് 15-ാം തീയതി MLA സേവ്യർ ജില്ലപ്പള്ളിയാണ് ആ പ്രോഗ്രാം ഉണ്ടാകുന്നത്. ഹരിശ്രീ എന്ന് പേരിട്ടിട്ടുള്ള പ്രോഗ്രാമിൽ കവിയും ഗാനരചയിതാവുമായിട്ടുള്ള ശ്രീ MD രാജേന്ദ്രൻ ടീച്ചർക്ക് ആദര സമർപ്പണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പരിസരത്തുള്ള നമ്മുടെ മച്ചാട് മേഖലയിലുള്ള മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മുല്ലക്കര 17ാം ഡിവിഷനിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കര ഡിവിഷനിൽ കാൽനട ജാഥ നടത്തി. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു നയിച്ച ജാഥ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. NS നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ബേബി പാലോലിക്കൽ, ജോണി അരിമ്പൂർ, CV സുമേഷ്, സഫിയ നിഷാദ് എന്നിവർ സംസാരിച്ചു. കുടുംബങ്ങൾ സ്നേഹം പങ്കുവയ്ക്കുന്ന പരീക്ഷണ പാഠശാലകളാക്കി മാറ്റേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മേജർ PJ സ്റ്റൈജു. ഒരു വ്യക്തി സമൂഹ ജീവിതത്തിലും തൊഴിലിടങ്ങളിലും എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന പരീക്ഷണ പാഠശാലകളായി കുടുംബങ്ങൾ മാറണം എന്ന് 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു അഭിപ്രായപ്പെട്ടു. പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിലെ സീനിയർ CLC ഇഗ്നേഷ്യൻ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നന്മയുടെ കൂടാരം ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോൺസൺ കുണ്ടുകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി. CLC വൈസ് പ്രസിഡന്റ് സിൻഡോ ആൻഡോ അധ്യക്ഷത വഹിച്ചു. മദർ സുപ്പീരിയർ സിസ്റ്റർ റൊമാന, പള്ളി ട്രസ്റ്റി വിൻസൻ EJ, വനിതാ വിഭാഗം പ്രതിനിധി നീതു VG, യൂത്ത് CLC പ്രസിഡന്റ് ജിൻഡോ പോൾ എന്നിവർ പ്രസംഗിച്ചു. ലിജോ ലോറൻസ് സ്വാഗതവും ഷാജൻ CA നന്ദിയും അറിയിച്ചു. മികച്ച ക്യാമ്പ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ദമ്പതികളായ സന്തോഷ് നീലങ്കാവിൽ, ജിൻസി എന്നിവർക്ക് ഉപഹാരം സമ്മാനിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ജപമാല പ്രാർത്ഥനയും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് മദ്യം കൊടുക്കാൻ ബാറിലേക്ക് കൊണ്ടുവന്ന KCB ജീവനക്കാരനും മദ്യം നൽകിയ ബാർ ജീവനക്കാർക്കുമെതിരെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും അബ്കാരി ആക്ട് പ്രകാരവും കേസെടുത്തു. പ്രതികൾ റിമാൻഡിലേക്ക്. ചാലക്കുടി ചായ്പൻകുഴിയിലുള്ള സ്കൂൾ പരിസരത്ത് നിന്നാണ് മോട്ടോർ സൈക്കിളിൽ കയറ്റി ബാറിൽ കൊണ്ടുപോയി മദ്യം കുടിപ്പിക്കാൻ ശ്രമിച്ചത്. അന്നമനട കാട്ടുകണ്ടത്തിൽ വീട്ടിൽ സ്നേഹേഷ്, ദിവാകരൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്നേഹേഷിനെതിരെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ്, ബിജു KK എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. യൂത്ത് കോൺഗ്രസ് മാടക്കത്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 66ാമത് സ്ഥാപക ദിനം വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് നൽകിക്കൊണ്ട് നടത്തി. സ്ഥാപക ദിനാചരണത്തിന്റെയും ക്വിറ്റ് ഇന്ത്യ ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് പിറവികൊണ്ട ചരിത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ പുതുതലമുറയിലെ യൂത്ത് കോൺഗ്രസുകാർക്ക് പകർന്നു നൽകിക്കൊണ്ടും KPCC വിചാർ വിഭാഗ് തൃശൂർ ജില്ലാ വൈസ് ചെയർമാൻ ഡോക്ടർ മനോജ് പുഷ്കർ നിർവഹിച്ചു. ധനീഷ് K ദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസിന്റെ സമകാലിക പ്രസക്തി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് VS മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മാടക്കത്ര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മാതൃകാ പ്രവർത്തനത്തിന് മാടക്കത്ര കെയർ എന്ന പേരിൽ തുടർച്ചയുണ്ടാകണമെന്നുള്ള ആശംസ അറിയിച്ച് വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C പ്രമോദ് സംസാരിച്ചു. മാടക്കത്ര മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബിബിൻ പീറ്റർ സ്വാഗതം ആശംസിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നിഖിൽ ദേവ് നന്ദി അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് എബ്രഹാം LC, മാത്യു വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ നൌഷാദ് മാസ്റ്റർ, സെക്രട്ടറി സുകുമാരൻ മാസ്റ്റർ, ഷിജുമോൻ ജോസഫ്, യോഹന്നാൻ, ജോയ്സൺ, സുരേഷ്, അശോകൻ, ഷീല, ഗീത വേലായുധൻ, ജോഷി എന്നീ നേതാക്കൾ സന്നിഹിതരായിരുന്നു. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം സാന്ത്വനം 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആദ്യഘട്ടം 15 രാവിലെ 10:30 കേരളവർമ്മ വായനശാല കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് KP രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിക്കും. സുഹൃത്ത് സംഘം പ്രസിഡന്റ് അനൂപ് മേനോൻ അധ്യക്ഷനായിരിക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യ അതിഥിയായി പങ്കെടുക്കും. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കൌൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, മറ്റു പൌരപ്രമുഖർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കാരുണ്യ വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. ഹരീഷ് കൊളാഞ്ചേരി, ചന്ദ്രപ്രകാശ് ഇടമന, സ്വപ്ന ശ്രീകുമാർ, സുരേഖ വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വർഷമായിട്ട് UAE പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ വടക്കാഞ്ചേരിയിലെ അടുത്തുമുള്ള പഞ്ചായത്തുകളായിട്ടുള്ള 7 പഞ്ചായത്തുകളും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും കൂടി ചേർന്ന ഈ കൂട്ടായ്മ എല്ലാ കൊല്ലവും നമ്മൾ സാന്ത്വനം എന്നുള്ള പേരിൽ ഒരു പ്രോഗ്രാം നടത്താറുണ്ട്. ദുബായിലുള്ള കൂട്ടുകാർ നാട്ടിൽ വെച്ചിട്ട് സാന്ത്വനം എന്നുള്ള പ്രോഗ്രാം ഓണക്കാലത്ത് നടത്താറുണ്ട്. നമ്മളെല്ലാവരും വെക്കേഷന് വരുന്ന സമയത്ത് അത് ഇവിടുത്തെ പാവപ്പെട്ട അശരണരായ ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന, ധനസഹായം അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ സഹായം കൊടുക്കുന്ന അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. ഇപ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഓഗസ്റ്റ് 15 ആദ്യഘട്ടം വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയിൽ വെച്ചിട്ട് നടത്തുന്ന സാന്ത്വനം 2025 എന്ന പരിപാടിയിൽ 100ഓളം ആൾക്കാർക്കാണ് സപ്പോർട്ട് ആദ്യത്തെ ഇതിൽ കൊടുക്കുന്നത്. അത് 90ഓളം ആൾക്കാർക്ക് സാന്ത്വനം എന്ന പേരിൽ ധനസഹായവും 15ഓളം കുട്ടികൾക്ക് സ്കോളർഷിപ്പുമാണ് നമ്മളിപ്രാവശ്യം. സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 12ാം ക്ലാസ്സിന് മോഡലിൽ വരുന്ന. കുന്നംകുളത്ത് നടന്ന 69ാമത് സ്കൂൾ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പൊങ്ങണംകാട് സെന്റ് എലിസബത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ വൻ വിജയം കരസ്ഥമാക്കി. അണ്ടർ 10 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ 2ാം സ്ഥാനവും, അണ്ടർ 12 വിഭാഗം പെൺകുട്ടികൾ 1ാം സ്ഥാനവും, അണ്ടർ 14, അണ്ടർ 16 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് മികവ് തെളിയിച്ചത്. മച്ചാട് ഫോറസ്റ്റ് ഗ്രിഡ് അക്കാദമി ഡയറക്ടറും മുൻ സൈനികനുമായ വിജോയ് നെടുമ്പറമ്പലിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നൽകിയ മികച്ച പരിശീലനമാണ് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സഹായിച്ചത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ സമേതത്തിന്റെ ഭാഗമായി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെല്ലിന്റെയും കിരയുടെയും സഹകരണത്തോടെ സ്കൂൾ PTA പ്രസിഡന്റുമാർക്ക് ഏകദിന ശില്പശാല നടത്തി. ടൗൺ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ അധ്യക്ഷനായി. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ ബിനോയ് NJ, V മനോജ്, TS സജീവൻ, പ്രകാശ് ബാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു.
ടി വി മദനമോഹനൻ, ടി എസ് സരിത, ഷീബ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാതലത്തിൽ PTA പ്രസിഡന്റുമാരുടെ കൂട്ടായ്മ രൂപീകരിച്ചു. ഭാരവാഹികളായി KS സാബ്, ജീവൻ അഞ്ചേരി, ബഫീഖ് ബക്കർ, M അരവിന്ദാക്ഷൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അതങ്ങനെ നടക്കട്ടെ എന്ന് സമീപിക്കുന്ന PTA പ്രസിഡന്റുമാരുണ്ട് എന്നതാണ് അതിന്റെ തെളിവ്. ഞാനത് പറയാൻ കാരണമല്ല, അല്ലേ? ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് കാര്യം ബോധ്യപ്പെട്ടു, അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവര് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികവുള്ള രീതിയിൽ അവരുടെ വിദ്യാലയങ്ങളിൽ ഈ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഇടപെടൽ നടത്തും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ദേശീയപാത പട്ടിക്കാട് മേൽപ്പാലത്തിൽ ടിപ്പർ ലോറിക്കാരന്റെ അഭ്യാസ പ്രകടനം. വാണിയമ്പാറ ഭാഗത്തു നിന്നും വന്നിരുന്ന ടിപ്പർ റോഡ് ബ്ലോക്ക് കണ്ടതോടെ വൺ വേ റോഡിലിട്ട് തിരിച്ചു. സർവീസ് റോഡ് വഴി പോകാൻ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം നിയമം തെറ്റിച്ച് വാഹനമോടിച്ചു. ഇതുകണ്ട് നിരവധി കാറുകളും ഇപ്രകാരം വൺ വേ റോഡിൽ തിരിച്ച് നിയമം ലംഘിച്ച് എതിർദിശയിലൂടെ ഓടിച്ച് സർവീസ് റോഡിൽ കയറിപ്പോയി. ട്രാഫിക് നിയമങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാട് ഈ നാട്ടിലല്ലാതെ വേറെ എവിടെയാണ് നടക്കുക? ഈ നിയമലംഘനം വാഹന അപകടങ്ങൾക്ക് കാരണമാകുമെന്നറിയാമായിരുന്നിട്ടും ടിപ്പറുകാരന്റെ ധിക്കാരം സഹിക്കുക തന്നെയായിരുന്നു. ബാറിന് മുൻപിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വാൾ ചുഴറ്റി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കേസിൽ പ്രതികളായ കുപ്രസിദ്ധ ഗുണ്ട അമ്പലക്കാവടി സനീഷും കൂട്ടാളികളും റിമാൻഡിൽ. അന്തിക്കാട് ചേർപ്പ് സ്റ്റേഷനുകളിൽ സതീഷിന് കേസുകളുണ്ട്. തൃശൂർ റൂറൽ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, SI-മാരായ അഫ്സൽ, ജോസി, CPO-മാരായ അനീഷ്, കിരൺ, രഘു എന്നിവർ ചേർന്നാണ് കേസ് അന്വേഷിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യുറീക്ക ബാലവേദിയുടെ നേതൃത്വത്തിൽ സമാധാനോത്സവം സംഘടിപ്പിച്ചു. മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂൾ ഹാളിൽ പുത്തൂർ, മരോട്ടിച്ചാൽ, വെള്ളാനിക്കര എന്നീ യൂണിറ്റ് ബാലവേദികളിലെ കുട്ടികൾ പങ്കെടുത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ, രാജ്യത്തലവന്മാർ, യുദ്ധോപകരണങ്ങൾ, യുദ്ധത്തിന്റെ വിപത്തുകൾ എന്നിങ്ങനെ 4 ഗ്രൂപ്പായി തിരിച്ച് നടത്തിയ സെഷനിലൂടെ കുട്ടികൾ ചർച്ച നടത്തി. യുദ്ധത്തിനെതിരായ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകളുമായി യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോമൻ കാര്യാട്ട്, ജില്ലാ കമ്മിറ്റി അംഗം അംബിക സോമൻ, മേഖലാ പ്രസിഡന്റ് തിലകൻ തേറമ്പിൽ, കൺവീനർ ദയ, ഭാരവാഹികളായ ഉഷ ബാബുരാജ്, സനിൽകുമാർ, ഉഷ KR എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. ജോലി വാഗ്ദാനം ചെയ്ത് 40,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. തൃശൂർ കളക്ടറേറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൊണ്ണൂർക്കര സ്വദേശിയായ വടക്കേതിൽ വീട്ടിൽ അജിത്തിനെ അന്വേഷണ സംഘം പിടികൂടി. നിരവധി പേർ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും
കളക്ടർക്കും വെസ്റ്റ് പോലീസിലും പരാതി നൽകിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിവിദഗ്ധമായ അന്വേഷണത്തിൽ കേസിലെ പ്രതിയെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ വെസ്റ്റ് ഇൻസ്പെക്ടർ അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാണിയമ്പാറ മഞ്ഞവാരിയിൽ സ്ത്രീയെ ആക്രമിച്ച കാട്ടുപന്നി ചത്തു. വാണിയമ്പാറ മഞ്ഞവാരിയിൽ സ്ത്രീയെ ആക്രമിച്ച കാട്ടുപന്നി ചത്ത നിലയിൽ വീടിന് സമീപത്തെ ചെറിയ കാനയിലാണ് ചത്തുകിടക്കുന്നത്. മുറ്റത്ത് അവശനിലയിൽ കിടക്കുന്നത് പട്ടിയാണെന്ന് കരുതി നോക്കുന്നതിനടുത്തേക്ക് പോയ സീനത്തിനെ കാട്ടുപന്നി ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സീനത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വീടിന് തൊട്ടടുത്ത കാനയിൽ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രായാധിക്യമാകാം കാട്ടുപന്നി ചാവാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പില്ല. ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. PGDMCയും പാണഞ്ചേരി പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഓണാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലക്കര 17ാം ഡിവിഷനിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാൽനട ജാഥ നടത്തി. സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ സ്കൂൾ PTA പ്രസിഡന്റുമാർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കുന്നംകുളത്ത് നടന്ന സ്കൂൾ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പൊങ്ങണംകാട് സെന്റ് എലിസബത്ത് സ്കൂളിന് മിന്നും ജയം സമ്മാനിച്ച് വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.